അഭയകേന്ദ്രത്തിലെ അന്തേവാസികളായ വയോധികരെ ലൈംഗികമായി പീഡിപ്പിച്ച നടത്തിപ്പുകാരൻ അറസ്റ്റിലായി. തെന്മല വെള്ളിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രം നടത്തിപ്പുകാരനായ പത്മദാസനാണ് പിടിയിലായത്. ജീവിത സായാഹ്നത്തിൽ ആരോരുമില്ലാതെ ആലംബഹീനരായ വയോധികകളോടാണ് ഇയാൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരത കാട്ടിയത്. വെള്ളിയാഴ്ച രാവിലെ ഇവിടുത്തെ അന്തേവാസികളായ 2 വയോധികർ ഇയാളുടെ അടുത്തു നിന്നും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരോട് വിവരം പറയുകയായിരുന്നു. ഇതോടെയാണ് അഭയ കേന്ദ്രത്തിലെ ക്രൂരതകൾ പുറം ലോകം അറിയുന്നത്. തുടർന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പോലീസിൽ വിവരം അറിയിച്ചതോടെ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബലമായി മദ്യം വായിലൊഴിച്ച് നൽകുമായിരുന്നുവെന്നും വിസമ്മതിച്ചാൽ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നുവെന്നും അന്തേവാസികൾ പറയുന്നു. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തി വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ 13ഓളം അന്തേവാസികളാണ് ഇയാളിവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്നു. പുറമേ നിന്നെത്തുന്ന സന്ദർശകരെയോ അയൽവാസികളെയോ പോലും ഇതിനുള്ളിലേക്ക് കയറ്റില്ലെന്നും നാട്ടുകാർ പറയുന്നു. തീർത്തും അവശരായ വയോധികമാരോടാണ് പത്മദാസൻ ഈ ക്രൂരത കാട്ടിയത്. അന്തേവാസികളോട് മനുഷ്യത്വരഹിതമായ പെരുമാറ്റമായിരുന്നു ഇയാൾ നടത്തിയതെന്നും സ്ത്രീകളുടെ കുളിമുറിയിലടക്കം ഇയാൾ CCTV വെച്ചിരുന്നതായും അന്തേവാസികളായ വയോധികർ പറയുന്നു. എനിക്ക് അമ്മയില്ല, അച്ഛനില്ല, മക്കളില്ല. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് എനിക്ക് മക്കളായിട്ടില്ല. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ കൂലി വേല ഇത് ജീവിച്ചവരാ. പിന്നെ ഒരു അഞ്ചാം വീട്ടിൽ നിന്ന് ജോലി ചെയ്തതാ. അവിടെ രണ്ട് തടിയന്മാരുടെ ഇടയ്ക്ക് നിന്ന് ഒരു അമ്മയുടെ കൂടെ നിന്ന് ഞാൻ ജീവിച്ചതാ. 5 വർഷമായി ആ വീട്ടിൽ ഞാൻ വന്ന് നിന്നിട്ട്. ഇപ്പം പറ്റിയത് ഏതും കൊള്ളൂല്ല. ഏവന് ഞങ്ങളെ വേണം, കുളിക്കാൻ സമ്മതിക്കില്ല. ഇതിനകത്ത് ഇതാക്കി വെച്ചിട്ട് അതിരുന്ന് കാണും, ഞങ്ങൾ കുളിക്കുന്ന കാണും. ക്യാമറ വെച്ച് എങ്ങനെ ഞാൻ കുളിക്കുന്നു അതുപോലെ അവൻ അത് വെച്ച് കണ്ടിട്ട് രാത്രി വന്ന് പറയും. മനസ്സിലായ? ഇനി എനിക്ക് നുണ പറയാൻ പറ്റത്തില്ല. അത് ആ ശരീരം നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് മക്കളും ഉണ്ടായിട്ടില്ല, നിങ്ങൾ ഭർത്താവിനൂടെ ജീവിച്ചിട്ട് സത്യമാണ്. ഞാൻ അങ്ങനെയുള്ള അയകൂടെ പറഞ്ഞ് ഞാൻ അങ്ങനെയുള്ള ആളല്ല. ഞാൻ കൂലി വേല ചെയ്താലും അഞ്ചക്കാരൻ അഞ്ചെന്ന് തിരക്ക് ഞങ്ങൾ എങ്ങനെ ഞാൻ ജീവിച്ചെന്ന് ആ നിൽക്കുന്ന വീട്ടുകാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നിന്നോടെ പറയണ്ട, നിന്നെ എനിക്ക് കണ്ടപ്പോ എനിക്ക് നല്ലത് കൊണ്ട് വന്ന തൊട്ട് നിന്നെ എനിക്ക് വേണം. മനസ്സിലായോ? അങ്ങനെ ഈ സ്ത്രീ ഇവരും കൂടെ വന്നിട്ട് 2 ലക്ഷം രൂപ ഈ സ്ത്രീയുടെ കൊടുത്തു. ഈ പെണ്ണുമ്പോഴൂടെ അവന്റെ ഭാര്യയാണ് ഇരിക്കുന്നത്. 2 ലക്ഷം രൂപ ഞാൻ നിന്ന വീട്ടില്ല. കമ്മല്, മാല, മോതിരം ഇനി ഇത്രയും വേണം. ഞാൻ എവിടെങ്കിലും പോയി എനിക്ക് ജീവിക്കേണ്ടക്കള്. എനിക്ക് വീടില്ല, കൂടില്ല. എനിക്ക് ഒരാങ്ങളെ ഉണ്ട്, അവന് സുഖമില്ലാത്ത. അവൻ എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവന്റെ ഭാര്യ സമ്മതിക്കത്തില്ല എന്നെ കൊണ്ട് നിർത്താൻ. അങ്ങനെയാണ് ഒരു രാത്രി ഒരു പകലും കൊണ്ട് എന്നെ ഇവിടെ കൊണ്ടാക്കി. അന്നേരം ഇവന്റെ ഭാര്യ പറഞ്ഞു, അമ്മ ഇനി ഇവിടെ നിൽക്കണ്ട. ശരിയല്ല, ഇവന്റെ കൂട്ടുകാരന്മാരും എല്ലാം കൂടെ കൂടി കുടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യും. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പോവാൻ നോക്കാൻ പറഞ്ഞു. ആ കാര്യം ഒരുത്തനോട് പറഞ്ഞപ്പം അവൻ ഇവന്റെ കൂടെ പറഞ്ഞു. അന്നത്തോട്ട് തുടങ്ങിയത് എന്റെ കൂടെ വഴക്കില്. പിന്നെ ഞാൻ രാത്രി ഇവിടെ കിടക്കുന്ന കമ്പും കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതായിരിക്കുന്ന കമ്പ്, ഈ കമ്പ് വെച്ചോണ്ടാണ് ഞാൻ നേരമത്തെ വിളിപ്പിക്കുന്നേ. വയ്യാത്ത കാര്യം എല്ലാം അങ്ങനെ കണ്ട് മദ്യം പോലും തര ഒരുങ്ങി എന്റെ പൊന്നതാറ്. മദ്യം കുടിക്കാത്തോണ്ട് ഇടിക്കുക ഓരോ ചെയ്ത് ഈ പെരിക്കകത്തിട്ട് എന്നെ പൂട്ടി അമ്മ ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് എന്റെ സാറ്, അതുകൊണ്ടാണ് ഞാൻ എന്റെ അമ്മച്ചയും കൊണ്ട് ഇറങ്ങിപ്പോയത്. രാത്രി ഇവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയത്. രാത്രിയാകുമ്പോ ആളുപേരും എല്ലാം കയറി വരുക. സന്ധ്യയായപ്പോ അങ്ങനെ ഉറങ്ങൂല. അങ്ങനെ എപ്പോഴും മദ്യം വാറ്റി കുടിപ്പാണ്. അതുകൊണ്ട് എന്റെ പൊന്നു സാറിന് ഞാൻ കാറ് പിടിക്കാം. രാത്രിയാകുമ്പോ തുണികളെല്ലാം ഊഴിക്കളഞ്ഞിട്ട് അങ്ങനെ വീട്ട് അങ്ങനെ കാണാനുള്ള കാര്യം എല്ലാം കണ്ട് എന്നെ അടിക്കുകയും കൂടെ ചെയ്ത് പിന്നെയാണ് സാറ് വിട്ടത്. മത്തി വരെ എന്നെ കുടിപ്പിക്കാൻ നോക്കുക. ഞാൻ മത്തിയെ കുടിക്കത്തില്ല. എനിക്ക് ആരും ഇല്ലാത്ത ഞാനാണ്. ഈ ഭാര്യ ഇവിടെ കൊണ്ടുവന്ന് 4 പെണ്ണുങ്ങളെയാണ് അടിച്ചു വന്നത്. എന്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന ഈ പെരിക്കകത്തിട്ട്. അതോടെ ഞാൻ കണ്ടത് സാർ. പിന്നെയാണ് ഭാര്യ മരിച്ച പിന്നെ അങ്ങനെ മത്തി ആമപ്പായി ഞങ്ങൾ അയാൾക്ക് പെണ്ടാട്ടിയിരിക്കണം.
അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് കാലപ്പടിക്ക് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കി ഇത്തരം നിരവധി അഭയകേന്ദ്രങ്ങളാണ് നാട്ടിൽ ഇതുപോലെ മുളച്ചു പൊന്തുന്നത്. ഒന്നും രണ്ടും അന്തേവാസികളെ പാർപ്പിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പരസ്യം ചെയ്തും ജനങ്ങളിൽ നിന്നും പണപ്പിരിവ് നടത്തിയും ഒക്കെ പ്രവർത്തിക്കുന്ന ഇത്തരം അനധികൃത അഭയകേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ രണ്ട് അമ്മമാരാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയി അങ്ങോട്ട് താഴത്തോട്ട്. അപ്പൊ അവര് പറയുന്നത് അവർക്ക് നൈറ്റ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ആ അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് ആരണ്ട് എടുത്തോണ്ട് വന്ന് ഇവിടെ ഇട്ട് നൈറ്റി ഒക്കെ വലിച്ചു കീറി ഇച്ചിരി പ്രശ്നമൊക്കെ ആയിരുന്നെന്ന് പറയുന്നു. അപ്പൊ അവരുടെ വായിക്കകത്ത് ഇച്ചിരി എന്തോ വെള്ളോ എന്തോ ചാരായോ എന്തോ ഒഴിച്ചു കൊടുത്തു ആ അമ്മയ്ക്ക്. അപ്പൊ മറ്റേ അമ്മയുടെ ആണെങ്കിൽ മാലയും കമ്മലും കയ്യിലെ മോതിരവും ഒക്കെ ഇവർക്ക് എങ്ങാണ്ട് കൊടുത്തെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞാൻ 4 ദിവസമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. ആ അമ്മമാർക്കാണ് ഇവിടെ കൂടുതലും ബുദ്ധിമുട്ടുണ്ടായതെന്നാണ് അവർ പറയുന്നത്. ഈ പുള്ളി കുടിക്കുകയൊക്കെ ചെയ്യുമെന്ന്. ഇതിന്റെ ഡയറക്ടർ കുടിക്കും, നല്ല ഉപദ്രവം ഒക്കെ ചെയ്യുമെന്ന് അവരെ. പുള്ളി ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ 9 അച്ഛന്മാരും 3 അമ്മമാരും. അല്ല, അമ്മമാരപ്പുറത്ത്, അച്ഛന്മാരിവിടെ. 2 റൂം. ഏകദേശം ഒരു 10 മണിയോടുകൂടി ഈ പ്രദേശവാസികളായ പൊതുപ്രവർത്തകർ ഫോൺ ചെയ്യുമ്പോഴാണ് ഞാനിവിടെ എത്തുന്നത്. ഈ പുനർജനി എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്നും 2 അമ്മമാർ ഇവിടുന്ന് ചാടിപ്പോയി പ്രദേശവാസികളുടെ വീട്ടിൽ ചെന്ന് കുറെ വിവരങ്ങൾ പറഞ്ഞ് അവരെ അറിയിച്ചതനുസരിച്ച് ഞാൻ ഇവിടെ എത്തുമ്പോൾ വളരെ ശോചനീയാവസ്ഥയിൽ ഒരു 10-11 പേരെ, സത്യം പറഞ്ഞാൽ നിസ്സഹായരായ മനുഷ്യരെ കവചമാക്കിക്കൊണ്ട് ഇവിടെ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത്രയും നാൾ ഇതൊക്കെ നമ്മുടെയൊക്കെ മൂക്കിന് താഴെയായിരുന്നോ കണ്ണിന് മുമ്പിലായിരുന്നോ എന്ന് പോലും അത്ഭുതപ്പെട്ടു പോയി. കാര്യം ഈ പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ഒറ്റപ്പെട്ട് പ്രദേശത്ത് കിടക്കുന്ന ഇവിടെ 8-9 നിസ്സഹായരായ മനുഷ്യർ മലമൂത്ര വിസർജ്യത്തിന്റെ നടുവിൽ ഒരു 3-4 പട്ടികൾ എല്ലാം 4 സൈഡിലും കെട്ടിയിട്ട് ഒരു ഭീകരാന്തരീക്ഷം, പുറത്തുനിന്നൊരു മനുഷ്യർക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യത്തിലാണ് കാണുന്നത്. അപ്പൊ തന്നെ അടിയന്തരമായി ഞാൻ തെന്മല പോലീസ് സ്റ്റേഷനിലും തെന്മല പഞ്ചായത്ത് അധികൃതരെയും ഹെൽത്തിലും എല്ലാം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഫോൺ ചെയ്യുകയും ഈ വിഷ്വൽസ് എല്ലാം എടുക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് വന്നത്. അത് അന്വേഷിച്ചപ്പം ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ തൊട്ട് ഒട്ടേറെ ദുരൂഹതകളുണ്ട്. വളരെ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരന്റെ മകളെന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു 17 വയസ്സുകാരി ഇവിടെ സൂയിസൈഡ് ചെയ്തു. അത് അന്നേ ആൾക്കാർ സംശയം പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം 2 പെൺകുട്ടികളാണ് ഇദ്ദേഹത്തിനുള്ളത്. അടുത്ത ഒരു പെൺകുട്ടി ഇദ്ദേഹവുമായി കലഹിച്ച് ഏതോ ഒരു ബന്ധുവീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ അമ്മമാര് എല്ലാം പറഞ്ഞതനുസരിച്ച് നമുക്കത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ആ രീതിയിൽ ലൈംഗിക ചൂഷണത്തിനും അധിക്ഷേപത്തിനും എല്ലാം അവർ ഇരയാകുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി വൻ പ്രചരണം കൊടുത്ത് ഒരുപാട് സന്മനസ്സുള്ളവർ സഹായിച്ച് ഇഷ്ടം പോലെ സാധനങ്ങൾ വരുന്നതെല്ലാം മറിച്ചു വിൽക്കുകയും ഈ സ്ഥാപനത്തിന്റെ മറവിൽ എല്ലാവിധ അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു കേന്ദ്രമായി ഇത് മാറുന്നുണ്ട്. ഒട്ടേറെ പേർ, സമീപവാസികളായ 1-2 പേർ, പേര് വെളിപ്പെടുത്താൻ പറ്റാത്തവർ നമ്മളോട് വളരെ ഭയത്തോടു കൂടി പ്രതികരിച്ചത് രാത്രി കാലങ്ങളിൽ നിരവധി വണ്ടികൾ, വാഹനങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട്, അനാശാസ്യ പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം 2 കാര്യങ്ങളാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടത്. 12 പേരെ താമസിപ്പിക്കാൻ എടുത്തിരിക്കുന്ന ഒരു 10-650 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ലാത്ത ഒരു ഇടുങ്ങിയ 2 മുറികളിലാണ് ഈ 10-12 പേരെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിൽ പാർപ്പിച്ചിരിക്കുന്ന 1. 2, ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ നിയമം അനുസരിച്ച് ഈ ആരായിരുന്നാലും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള താമസിപ്പിച്ചുകൂടാ. അതിന്റെ എല്ലാം നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് അടിയന്തരമായിട്ട് ആ പരിശോധന ഉണ്ടാകണം. ഇതിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. ഇവിടുത്തെ അന്തേവാസികളെ ഉത്തരവാദിത്തപ്പെട്ട അനാഥരാണ് അവർക്ക് പോകാൻ ഇടമില്ലാത്തവരാണ്. മറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലോട്ട് മാറ്റുന്നതിനും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും അധികൃതർ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പിന്നെ ഇനിയുള്ള നടപടികൾ നമ്മൾ നിയമപരമായി പോകും. ഇന്ന് സംഭവിച്ചത് രാവിലെ തന്നെ ഇവിടുന്ന് നമ്മുടെ റിയാസ വിളിച്ച് പറഞ്ഞ് ഇന്നതുപോലൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്, പ്രസിഡന്റ് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന്. അങ്ങനെ ഞാൻ പഞ്ചായത്തിൽ പോകാൻ ഒരുങ്ങിയപ്പോഴേ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. വന്നപ്പോൾ ഇവിടെ
ആ അമ്മയൊക്കെ കരച്ചിലും മേളവും ആയിട്ട് നിൽക്കുന്ന. ഇവിടെ അവരെ ഉപദ്രവിക്കുന്നുണ്ടെന്ന്, ശാരീരികമായി പീഡിപ്പിക്കാനായിട്ട് രാത്രിയിൽ 3 മണിയൊക്കെ ആകുമ്പോൾ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ച് അവര് എതിർത്താലും എടുത്തുകൊണ്ട് പോയിട്ട് വെള്ളം ഒഴിച്ച് വായി കൊടുക്കുന്നു. അത് എതിർക്കുമ്പോൾ അവരെ ഉപദ്രവിക്കുന്നുണ്ട്, ചെവിക്കല്ലിനൊക്കെ അടിക്കുന്നുണ്ട്. അതൊക്കെയാണ് ആ അമ്മമാര് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 10:40 എൻ്റെ സുഹൃത്ത് നോബിൾ എന്നെ ഒരു ഫോൺ കോൾ ചെയ്യുകയുണ്ടായി. അതായത് നമ്മുടെ ഇടമൺ വെള്ളിമല, തെമ്മൽ പഞ്ചായത്തിലെ ഇടമൺ വെള്ളിമല ക്ഷേത്രയിലുള്ള പുനർജനി എന്ന സ്ഥാപനത്തിൽ നിന്നും 2 അഭയാർത്ഥികളായ 2 അമ്മമാര് ഇറങ്ങി ഓടി അയൽവീട്ടിലേക്ക് അഭയം തേടിയ വാർത്തയുമായിട്ടാണ് നോബിൾ എന്നെ വിളിച്ചു പറയുന്നത്. ഉടൻ തന്നെ സ്ഥലത്തെത്തി അവരോട് ഞാൻ കാര്യം ചോദിച്ചപ്പോൾ ഇതിന്റെ നടത്തിപ്പുകാരനായ, ഈ പുനർജനി എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ ബ്രഹ്മദാസ് എന്ന വ്യക്തി അവരെ നിരന്തരമായി ലൈംഗികമായി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യം ഉൾപ്പെടെ ഉള്ളത് അവരെ വായിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ രാവിലെ CPM-ന്റെ ഇടമൺ ലോക്കൽ സെക്രട്ടറിയെ ഞാൻ വിവരം ആദ്യം അറിയിപ്പിച്ചു. പുള്ളി സ്ഥലത്തെത്തി. ഞങ്ങൾ അങ്ങനെ വന്ന് ഇവിടെ തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഈ അഭയകേന്ദ്രത്തിന്റെ മറവിൽ വൻ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ നമ്മൾ തെമ്മൽ പോലീസിനെ അറിയിക്കുകയും അവർ സ്ഥലത്തെത്തുകയും ബാക്കിയുള്ള മൊഴികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ ഇതിന്റെ ജോലിക്ക് നിൽക്കുന്ന ഒരു ചേച്ചിയെ തന്നെ ഇതിന്റെ ബ്രഹ്മദാസ് എന്ന വ്യക്തി വളരെ ലൈംഗിക ചൂഷണത്തോടെ അവരെ കയറി പിടിക്കുകയും അവരോട് മറ്റുള്ള വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ഈ സ്ഥാപനം മുൻ MLA പുനലൂർ ex-MLA മധുവിന്റെ പേരിലുള്ളതാണ്. പുള്ളിയുടെ കയ്യിൽ നിന്നും ഈ ബ്രഹ്മദാസ് എന്ന വ്യക്തി വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ സ്ഥാപനം മാസം 7500 രൂപ വാടകയ്ക്കാണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഏകദേശം 13ഓളം അഭയാർത്ഥികളുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടെന്ന വളരെ മലിനമായിട്ടാണ് ഇവരെ കിടത്തിയിരിക്കുന്നതും. അവർക്ക് ആഹാരമില്ല, മരുന്നില്ല, ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഈ ബ്രഹ്മദാസ് എന്ന വ്യക്തി നിരന്തരമായി ഇവരെ ലൈംഗിക ചൂഷണവും ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി വേണം. ഈ സ്ഥാപനം എന്നേക്കുമായി അടച്ചുപൂട്ടി അല്ലെങ്കിൽ ഇവരുള്ളവരെ മാറ്റി മറ്റുള്ള അഭയകേന്ദ്രത്തിലേക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ MLA-യും മറ്റു ജനപ്രതിനിധികളും ഏറ്റെടുത്തുകൊണ്ട് ഇവരെ മറ്റുള്ള അഭയകേന്ദ്രത്തോട് മാറ്റണമെന്നാണ് പറയാനുള്ളത്. പണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് 11 വയസ്സുകാരനെ പുനരിലുള്ള മറ്റൊരു അഭയകേന്ദ്രത്തിൽ കെട്ടിത്തൂക്കി മർദ്ദിച്ച സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിനിടയിലാണ് മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന ക്രൂരകൃത്യം അരങ്ങേറിയിരിക്കുന്നതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്.